ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം അതിനകത്ത് ഉള്ളതായിരിക്കുന്ന വിഷയങ്ങളെ ചിന്തിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൻ്റെ അകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, സാറയ്ക്ക് മക്കളുണ്ടാക്കിയില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത സാറയെ ഭരിക്കുകയും തുടർന്ന് അബ്രഹാമിനെ ഹാഗാറിൽ കൂടെ ഒരു കുഞ്ഞുണ്ടാകുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിച്ച് അതിനു വേണ്ടി മുന്നോട്ട് ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാറയുടെ ചരിത്രമാണ് നമുക്ക് ഈ അധ്യായത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. 15 അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടു, ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു, നിന്റെ പരിചയമാകുന്നു എന്നെല്ലാം പറഞ്ഞ് വന്നു കഴിയുമ്പോൾ അബ്രഹാം ചോദിക്കുന്നുണ്ട്, എനിക്ക് മക്കൾ ഇല്ല. എലയാസർ, എൻ്റെ ദാസനായിരിക്കുന്ന എലയാസർ എൻ്റെ അവകാശിയാകുമോ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത അബ്രഹാമിനെ ഭരിക്കുകയും അബ്രഹാം അത് ദൈവത്തോട് തുറന്ന് ചോദിക്കുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് അവിടെ പറയുന്നുണ്ട്, നിൻ്റെ അവകാശി എലയാസാറല്ല, നിൻ്റെ അവകാശി നിൻ്റെ രക്തത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു മകനാണ് എന്ന് ദൈവം ഉറപ്പ് കൊടുത്തതായിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്തും ഒരു നിമിഷം താനും പതറിപ്പോകുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ 16 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 1 വാക്യം മുതൽ താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ, മിസ്രയീമ്യ ദാസിയായിരുന്ന ഒരു ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ സാറയ്ക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ മിസ്രയീമ്യ ദാസിയായിരുന്ന ഹാഗാറിനെ സാറയ്ക്ക് കിട്ടിയത് ക്ഷാമം വന്നതായിരിക്കുന്ന സമയത്ത് ദൈവം നിർത്തിയിരുന്ന ദേശത്ത് നിന്ന് ആ മിസ്രയീം ദേശത്തേക്ക് അബ്രഹാം പോവുകയും അവിടെ സാറ പെങ്ങളെന്ന് ആ നുണ പറഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊത്തിരി പ്രശ്നങ്ങളൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായി തീരുകയും ഫറവോൻ അവളെ ഭാര്യയായിട്ട് എടുക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയൊക്കെ ചെയ്തതായിരുന്ന ഒരു വല്ലാത്ത സാഹചര്യം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അബ്രഹാം പോരുകയും ആ കൂട്ടത്തിൽ കൊണ്ടുവന്നതായിരിക്കുന്ന ദാസിയാണ് ഹാഗർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ സാറ അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്കവിടെ ശ്രദ്ധിക്കാം. സാറ പറയുകയാണ്, സാറ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. അപ്പം അവൾ ആ കാര്യങ്ങൾ നാളുകളായിട്ട് അറിയാവുന്ന വിഷയമാണ്. മക്കളെ ദൈവം തരുമെന്ന് ദൈവം പലയാവർത്തി വാഗ്ദത്തം ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ സാറ പറയുക, മക്കളുണ്ടാകുവാൻ ദൈവം എനിക്ക് അങ്ങനെ ഒരു വരം ദൈവം തന്നിട്ടില്ല അല്ലേ. ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാറ അവിടെ ദൈവഹിതത്തിന് വിപരീതമായിട്ട് അവിടെ സാറ സംസാരിക്കുകയാണ്. ദൈവഹിതമല്ല അവൾ അവിടെ സംസാരിക്കുന്നത്. കാരണം ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം അത് തരുമെന്നുള്ളതായിരിക്കുന്ന വിശ്വാസം ഉറപ്പിക്കേണ്ടതായിരിക്കുന്ന സാറ അവിടെ ആ ഒരു വിപരീതമായിരിക്കുന്ന ഒരു കാര്യമാണ് സാറ അവിടെ പറയുന്നത്. നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആദിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിനകത്തൊക്കെ നമുക്ക് കാണാം, ദൈവം പറയുന്നുണ്ട് അവിടെ നന്മ തിന്മകളുടെ ആ ഫലവൃക്ഷത്തെക്കുറിച്ച്, അത് തിന്നാൽ നീ മരിക്കുമെന്ന് ദൈവം പറയുമ്പോൾ അവിടെ പിശാച് പറയുകയാണ്, അത് തിന്നാൽ നീ മരിക്കുകയില്ല അല്ലേ. അപ്പോൾ ദൈവം ചെയ്യാൻ പറയും, പക്ഷെ പിശാച് മറു സൈഡിൽ പറയും അത് ചെയ്യണ്ട എന്ന് അല്ലേ. ദൈവം ചെയ്യരുത് എന്ന് പറയും, പിശാച് പറയും അത് ചെയ്യണം. എപ്പോഴും ഓപ്പോസിറ്റ് പറയുന്നതായിരിക്കുന്ന ഒരു സ്വഭാവമാണ് പിശാചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. വിശ്വാസം പറയേണ്ടതായിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിലേക്ക് അവിശ്വാസം കയറ്റിയിട്ട് ഇനി അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാകത്തില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയിൽ നിന്ന് പല തീരുമാനങ്ങളെ മുന്നോട്ടെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന തോട്ട്സ് ഇന്നും പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. ഹന്നയുടെ ജീവിതത്തിൽ മക്കളില്ലാതെ ഇരുന്നപ്പോൾ ഹന്ന ദേവാലയത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവൾക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ദൈവം എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് നിവേദിക്കും എന്നുള്ളത്. അത് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ സാറയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു, അതിനെ തുറക്കാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു പോസിബിലിറ്റിയെക്കുറിച്ചും സാറ ഇവിടെ കാണുന്നില്ല. പക്ഷേ ഹന്നയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹന്ന ഒരു വലിയ പോസിബിലിറ്റിയെ മുന്നിൽ കണ്ടു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഹന്ന ഹൃദയം തുറന്നു, ഹൃദയത്തെ പകർന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
പക്ഷേങ്കിൽ ഈ ഭാഗം നമുക്ക് താഴേക്ക് വന്ന് വായിച്ചു കഴിയുമ്പോൾ അബ്രഹാം സാറയുടെ വാക്കനുസരിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മുന്നേ എല്ലാം നോക്കിക്കഴിയുമ്പോൾ ടെംപ്റ്റേഷൻസ് കടന്നു വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായി സോദോം രാജാവൊക്കെ വന്ന് നിന്നെ ഞാൻ സമ്പന്നനാക്കാമെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഞാൻ സമ്പത്തെല്ലാം തരാമെന്നൊക്കെ പറഞ്ഞ് അടുത്ത് വരുമ്പോഴും ആ ടെംപ്റ്റേഷനിലൊന്നും കുടുങ്ങിപ്പോകാതിരുന്ന അബ്രഹാം ഇവിടെ സാറയുടെ വാക്ക് അനുസരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ അങ്ങനെ അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭിണിയായി. അതിനുശേഷമാണ് പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഈ സാറായി മിസ്രൈമി ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അതിനുശേഷം പിന്നെ മുഴുവൻ അവൾക്ക് ദുഃഖമായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. കാരണം അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹാഗാറിന് പിന്നെ സാറ ഒരു നിന്ദിതയായി തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെല്ലാം കണ്ട് അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് സാറയ്ക്ക് തനിക്ക് പറ്റിയതായിരിക്കുന്ന ഒരു അബദ്ധമായിരുന്നല്ലോ അത്. അവൾക്കതോർത്ത് ഒത്തിരി വിഷമം തോന്നി. കാരണം ഈ ദാസി സാറയെ നിന്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾക്കത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആസ്യൂഷ്വൽ അവൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അവൾ അബ്രഹാമിനെ കുറ്റം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഭവിച്ച ഈ അന്യായത്തിന് നീ ഉത്തരവാദി അല്ലേ? കാരണം അവിടെ കുറ്റം പറയുന്നത് ആരെയാ? അവിടെ കുറ്റം പറയുന്നത് തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കുറ്റം പറയുന്നത് പോലെ ഇവിടെ സാറ ഭർത്താവിനെ അവിടെ കുറ്റം പറയുകയാണ്. സത്യത്തിൽ സാറയുടെ തെറ്റാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഹവ്വ പാപം ചെയ്തതായിരിക്കുന്ന സമയത്ത് ഹവ്വയാണ് പാമ്പിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവൾ ഫലം പറിച്ച് തിന്നു. അത് കൊണ്ടുവന്ന് ആദത്തിനും കൊടുത്തു. അപ്പോൾ ആദം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ദൈവം ചോദിക്കുമ്പോൾ, നീ എനിക്ക് തന്ന ഭാര്യ അവൾ തന്നു, ഞാൻ തിന്നു അല്ലേ? അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചുമത്തുന്നതായിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അതങ്ങനെ നിൽക്കണമെന്നല്ല, അതിൽ നിന്ന് നമ്മൾ ഒഴിവ് കഴിവുള്ളവരായി തീരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മളത് മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അത് ദൈവസന്നിധിയിൽ വെച്ച് ക്രമീകരിക്കപ്പെടുവാനും ഇടയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയുകയാണ്, താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, അവൾ നിന്റെ ദാസിയല്ലേ, അവളോട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ അവളോട് കാഠിന്യം തുടങ്ങി എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ക്രൂരമായിട്ട് സാറ പിന്നെ ഹാഗാറിനോട് പെരുമാറാനെല്ലാം തുടങ്ങിക്കഴിഞ്ഞതായിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ അവൾക്ക് അവിടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൾ ആ വീട് വിട്ട് ഇറങ്ങി അങ്ങനെ മുന്നോട്ട് പോയതായിരിക്കുന്ന സമയത്ത് അവിടെ വായിക്കുന്നുണ്ട്, ആ സാറ കാഠിന്യം തുടങ്ങിയതായിരിക്കുന്ന സമയത്ത് അവളെ വിട്ട് ഓടിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ അവൾ വീട് വിട്ട് ഇറങ്ങി ഒരു മരുഭൂമിയിലേക്ക് വരുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ദൂതൻ വരുന്നുണ്ട്. ഒരു നീരുറവിൻ്റെ അരികെ വെച്ച് അവിടെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിയുടെ അരികിൽ വെച്ച് തന്നെ ദൂതൻ അവളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ ദൂതൻ അവളെ കണ്ടു. അപ്പോൾ ഹാഗാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ആ ദൂതൻ അവളെ കണ്ടു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന് അറിയാമല്ലേ, ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയച്ചതാണ്, അറിയാം എന്താണ് പ്രശ്നമെന്നും എന്താണ് കാര്യങ്ങളെന്നെല്ലാം അവിടെ കൃത്യമായിട്ട് അറിയുവാനായിട്ട് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹാഗാർ ഇങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ സാറേനെ വിട്ട് ഓടിപ്പോകുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പ്ലാൻ പോലെയല്ല അല്ലേ? ഹാഗാർ അവിടെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക, അവൾ മറുതലിക്കുന്നില്ല. ഹാഗാർ അവിടെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യം അവൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്, തിരിച്ചു പോരാനൊരു പദ്ധതി ഇട്ടല്ല ഇറങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് വന്ന് ദൈവദൂതൻ സംസാരിച്ചപ്പോൾ അവൾ തിരിച്ച് മടങ്ങിപ്പോകുവാൻ കാരണമായി തീർന്നു. ഏകദേശം ഒരു 10 വർഷത്തോളം കൂടെ അവൾ ആ അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരുപക്ഷെ സാറയുടെ കീഴിൽ നിന്ദിതയായി തന്നെ പാർക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അടിമയായി തന്നെ അവിടെ പാർക്കണം എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചില ഞെരുക്കങ്ങൾക്കകത്തൂടെ നമ്മൾ
കടന്നു പോകണം. അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്കകത്ത് നമ്മൾ അങ്ങനെ ആ വിഷയത്തിനകത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ചില വിഷയത്തിനകത്ത് നമുക്ക് മറുപടി ഇല്ലാത്തതിൻ്റെ കാരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടൈം പീരീഡ് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. അതിനകത്ത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്യാനുള്ളത് എല്ലാം ദൈവം ചെയ്യും. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു റൂട്ട് കാണിച്ചു കൊടുക്കേണ്ടതായിരിക്കുന്ന കാര്യമൊന്നുമില്ല. സാറ ശരിക്കും അബ്രഹാമിന് വേണ്ടി ഒരു പുതിയ റൂട്ട് കാണിച്ചു കൊടുത്തു അല്ലേ. അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ എന്തോ പറയുന്നത് അതിൻ്റെ ഇന്നും നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു ഭവിഷ്യത്താണ് അല്ലേ. ക്രിസ്ത്യാനി ജനതയെ അല്ലെങ്കിൽ യഹൂദ ജനതയെ വേട്ടയാടുന്നതായിരിക്കുന്ന വേറൊരു ജനത ഉരുവാകുവാനായിട്ട് കാരണമായി തീർന്നത് ഈ സാറയുടെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഇവരുടെ ഈ തീരുമാനമായിരുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഹാഗാർ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്രത്തോളം വർഷം അവിടെ പാർക്കണമെന്നുള്ള ദൈവിക തീരുമാനത്തിൻ്റെ മുമ്പിൽ അവൾ അവിടെ സമർപ്പിക്കപ്പെടുന്നു. അവൾ മടങ്ങിപ്പോകുന്നു. അത് ദൈവം അവളോട് വാഗ്ദത്തം ചെയ്യുന്നു. ഇസ്മായേൽ എന്ന മകന് പേരിടണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് ദൈവം അവിടെ അനുഗ്രഹിച്ചയക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അവിടെ ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ഭാഗത്ത് വായിച്ചു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ എണ്ണിക്കൂടാതെ വണ്ണം. കാരണം അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് ആ ദൈവം ആ ഒരു വാഗ്ദത്തം ഇവിടെയും ദൈവം കൊടുക്കുവാണ്. അവിടെ പറയാണ്, ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അവനൊരു വഴക്കാളിയുടെ സ്വഭാവമുള്ളവനായിരിക്കും അല്ലേ. നമുക്ക് തുടർന്ന് ഇങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ ഇസഹാക്കും ഒരു വീട്ടിൽ വളരുകയാണ്, ഈ ഇസ്മായേലും ഒരു വീട്ടിൽ വളരുന്ന സമയത്ത് സാറയ്ക്ക് ചില ചിന്തകളൊക്കെ വന്നിട്ട് വീണ്ടും ഹാഗാറിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ദൈവം അത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾക്കതൊക്കെ കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ദൈവം ഹാഗാറിനെ മടക്കി അയക്കുന്നു. മടങ്ങി നീ ഇത്ര വർഷം അവിടെ പോയി പാർക്കണം. അത് ദൈവം അവിടെ എടുത്ത് പറയുന്നില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഒരു 10 വർഷത്തോളം എങ്കിലുമൊക്കെ ഹാഗാർ വീണ്ടും അവിടെ പോയി പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കുഞ്ഞ് അബ്രഹാമിൻ്റെ അവിടെ ആ വീട്ടിൽ അവിടെ വളരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമാണ് അടുത്ത ലെവലിലേക്ക് അവിടെ മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും അല്ലേ, ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മളിന്ന് പഠിച്ചതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സാറയുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നതായിരിക്കുന്ന ഒരു ഫെയിലിയറാണ്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു റൂട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീരരുത്. എന്നോടും നിങ്ങളോടും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഉറച്ചു നിന്നാൽ മതി. നമ്മളായിട്ട് ഒരു റൂട്ട് വെട്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഇടേണ്ട കാര്യമില്ല. കർത്താവെ ഇങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് നമ്മളതായിരിക്കുന്ന രീതിയിൽ കൂടെയുള്ള ഒരു ഡയറക്ഷൻസ് ഒന്നും കൊടുക്കാതെ വിഷയം നമ്മൾ പറയുകയും ദൈവസന്നിധിയിൽ വെക്കുകയും ചെയ്യുക. കർത്താവെ അങ്ങ് കാണിക്കുന്ന വഴിയിലൂടെ പോകുവാൻ ഒരു കൃപ എനിക്ക് നൽകണമേ. വാഗ്ദത്തത്തിനായി കാത്തിരിപ്പെന്ന് കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ദൈവകൃപ പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നീ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.